പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 11 അക്കൗണ്ടൻസിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, ഈ പാഠത്തിൻ്റെ 7ാം ഭാഗത്തേക്കാണ് നമ്മൾ കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് അക്കൗണ്ടിങ് ടേംസ് ആണ് നമ്മൾ തുടങ്ങിയത്. പ്രധാനമായിട്ടും എൻറ്റിറ്റി, ട്രാൻസാക്ഷൻസ്, അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഈ 5 പദങ്ങൾ നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു. തുടർന്നുള്ള ഏതാനും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് പദങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി നമുക്ക് സെയിൽസ് എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ്ങിൽ സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ ടോട്ടൽ റവന്യൂ ഏൺഡ് ബൈ എ ബിസിനസ് ത്രൂ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. സാധനങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് സെയിൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിറ്റുവരവ് അഥവാ സെയിൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുന്നതിലൂടെ ഒരു ബിസിനസ്സിന് ലഭിക്കുന്ന വരുമാനമാണ്. നമുക്കറിയാം, ഏത് ബിസിനസ് സംരംഭത്തിൻ്റെയും പ്രധാന വരുമാന മാർഗം സെയിൽസ് ആണ്. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ എ ബിസിനസ്. സെയിൽസ് ഈസ് ദി മെയിൻ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്ന് പറയുന്നത് സെയിൽസ് ആണ്. വിറ്റുവരവിലൂടെയാണ് ഒരു ബിസിനസ്സിൽ പ്രധാനമായിട്ടും വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സാധനങ്ങളോ സേവനങ്ങളോ വിറ്റഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന തുകയ്ക്കാണ് സെയിൽസ് എന്ന് പറയുന്നത്. We know sales includes both cash sales and credit sales. രൊക്കം പണത്തിനുള്ള വിൽപ്പനയുമുണ്ട്, കടമായിട്ടുള്ള വിൽപ്പനയുമുണ്ട്. രൊക്കം പണത്തിനുള്ള വിൽപ്പനയാണ് ക്യാഷ് സെയിൽസ്. എന്നാൽ വിൽപ്പനയുടെ പണം പിന്നീടാണ് ലഭിക്കുന്നെങ്കിൽ അത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ടോട്ടൽ സെയിൽസ് എന്ന് പറയുമ്പോൾ അപ്പോൾ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. എന്നാൽ നമ്മൾ കണക്കുകളിൽ പരിഗണിക്കുന്നത് നെറ്റ് സെയിൽസ് ആണ്. നെറ്റ് സെയിൽസ് അഥവാ അറ്റ വിൽപ്പന ആദായം എന്ന് പറയുന്നത് സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണ്. വിൽപ്പന നടത്തിയ സാധനങ്ങൾ കസ്റ്റമേഴ്സ് മടക്കി തരുന്നതാണ് സെയിൽസ് റിട്ടേൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിൽപ്പന മടക്കമാണത്. വിറ്റ സാധനങ്ങൾ കസ്റ്റമേഴ്സ് മടക്കി തരുന്നുവെങ്കിൽ അതാണ് സെയിൽസ് റിട്ടേൺ. അപ്പോൾ ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുന്നതാണ് നെറ്റ് സെയിൽസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ടോട്ടൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് സെയിൽസ് പ്ലസ് ക്രെഡിറ്റ് സെയിൽസ് ആണ്. അങ്ങനെ കണ്ടെത്തുന്ന ടോട്ടൽ സെയിൽസിൽ നിന്നും സെയിൽസ് റിട്ടേൺ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്നത് നെറ്റ് സെയിൽസ് ആണ്. ആ നെറ്റ് സെയിൽസ് ആണ് ലാഭനഷ്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് കണക്കിലെടുക്കേണ്ടത്. തുടർന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് റവന്യൂ അഥവാ ഇൻകത്തെക്കുറിച്ചാണ്. റവന്യൂ സാധാരണ വരുമാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. The amounts earned from normal business operations is called revenue. സാധാരണ ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ ഒരു ബിസിനസ്സിലേക്ക് ലഭിക്കുന്ന തുകയാണ് റവന്യൂ അഥവാ വരുമാനം. ഇൻകം എന്നും ഇത് പറയാറുണ്ട്. പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്നത് നമ്മൾ കാണുകയുണ്ടായ സെയിൽസ് ആണ്. വിൽപ്പനയിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരുമാനം ഒരു ബിസിനസ്സിലൂടെ ലഭിക്കുന്നത്. സോ ദ മേജർ സോഴ്സ് ഓഫ് റവന്യൂ ഫോർ എ ബിസിനസ് ഈസ് സെയിൽസ്. Apart from sales,
കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻസ്, റോയൽറ്റീസ്, റെൻറ്റ് റിസീവ്ഡ്. ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് റവന്യൂസ്. അപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. അതിന് പുറമെ കമ്മീഷൻ ലഭിക്കുന്നത്, പലിശ ലഭിക്കുന്നത്, ഡിവിഡൻഡ് ഷെയറുകളിലുള്ള നിക്ഷേപത്തിലൂടെ ലഭിക്കുന്ന ലാഭവിഹിതം, അല്ലെങ്കിൽ റോയൽറ്റീസ് ലഭിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ബിൽഡിങ് വാടകയ്ക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റെൻറ്റ് ലഭിക്കാം, വാടക ലഭിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള സെയിൽസാണ് ഏറ്റവും പ്രധാനപ്പെട്ട റവന്യൂ എന്ന് പറയുന്ന ഒരു ബിസിനസ്സിൻ്റെ. അതിന് പുറമെ കമ്മീഷൻ, ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ്, റോയൽറ്റീസ്, റെൻറ്റ് റിസീവ്ഡ് ഇവയൊക്കെ മറ്റു പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൽ പൊതുവിൽ റവന്യൂ, ഇൻകം എന്നിവ ഒരേ അർത്ഥതലത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. എന്നാൽ ചില അവസരങ്ങളിൽ ഇൻകത്തെ ബ്രോഡർ സെൻസിൽ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. ഇൻകം എന്നുള്ളതിനെ റവന്യൂവിനേക്കാളും ബ്രോഡർ സെൻസിൽ ഉപയോഗിച്ച് കാണാറുമുണ്ട്. എങ്കിലും പൊതുവിൽ അക്കൗണ്ടിങ്ങിൽ റവന്യൂ, ഇൻകം എന്നിവ പര്യായ പദങ്ങളായിട്ട് തന്നെയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. ഇൻകത്തെ വിശാലാർത്ഥത്തിൽ പറയുമ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ലഭിക്കുന്ന എല്ലാ വരുമാനവും ഇൻകമായിട്ട് പരിഗണിക്കാറുണ്ട്. ബിസിനസ് ഇതര പ്രവർത്തനങ്ങളിലൂടെയും ലഭിക്കുന്ന വരുമാനം ഇൻകം എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ പൊതുവിൽ റവന്യൂ, ഇൻകം എന്നീ വാക്കുകൾ ഒരേ അർത്ഥതലത്തിലാണ് അക്കൗണ്ടിങ്ങിൽ ഉപയോഗിക്കാറുള്ളത്. ബിസിനസ് പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്, ബിസിനസ് ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ ബിസിനസ് ഓപ്പറേഷൻസിലൂടെ ലഭിക്കുന്ന വരുമാനമാണ് ഇവിടെ റവന്യൂ അഥവാ ഇൻകം എന്നറിയപ്പെടുന്നത്. മറ്റു പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ ഗെയിൻ എന്നാണ് പലപ്പോഴും വിശേഷിപ്പിക്കാറുള്ളത്. നമുക്കത് പിന്നീട് കാണാം. അതുകൊണ്ട് റവന്യൂ, ഇൻകം എന്നിവ ഒരേ അർത്ഥതലത്തിൽ മനസ്സിലാക്കുന്നത് തന്നെയാണ്, അല്ലെങ്കിൽ പര്യായ പദങ്ങളായിട്ട് തന്നെ കണക്കാക്കുന്നതാണ് ഏറെ നല്ലത്. അടുത്ത അക്കൗണ്ടിങ് പദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സ്പെൻസസ് ആണ്. ചെലവുകൾ, എക്സ്പെൻസസ്. ദീസ് ആർ ദ എമൗണ്ട്സ് സ്പെൻഡ് ടു ഏൺ റവന്യൂ. വരുമാനമുണ്ടാക്കാൻ വേണ്ടി ഒരു ബിസിനസ് ചെലവഴിക്കുന്ന തുകയാണ് എക്സ്പെൻസസ് എന്ന് പറയുക. ചെലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബിസിനസ്സിൽ വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെലവഴിക്കുന്നത് തുക. ഉദാഹരണമായിട്ട് ശമ്പളം നൽകുന്നു. ആ ശമ്പളം നൽകുന്നതിലൂടെ ജീവനക്കാർ ജോലി ചെയ്യുകയും അതിലൂടെ ബിസിനസ്സിന് വരുമാനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന ഒരു തുകയ്ക്കാണ് എക്സ്പെൻസസ് അഥവാ ചെലവുകൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് റെൻറ്റ്, വേജസ്, സാലറി എക്സെട്ര. നമ്മുടെ ബിസിനസ് സ്ഥാപനം വാടക നൽകുന്നു, റെൻറ്റ്, അല്ലെങ്കിൽ കൂലി ഇനത്തിൽ തുക നൽകുന്നു, അല്ലെങ്കിൽ ശമ്പള ഇനത്തിൽ, സാലറി ഇനത്തിൽ, അല്ലെങ്കിൽ സ്റ്റേഷനറി എക്സ്പെൻസസ്, ഇലക്ട്രിസിറ്റി ചാർജസ്, ടെലിഫോൺ എക്സ്പെൻസസ്, അങ്ങനെ അനവധി എക്സ്പെൻസുകൾ ഒരു ബിസിനസ്സിലുണ്ടാകുന്നുണ്ട്. ഈ എക്സ്പെൻസുകൾ ഇൻക്വയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ബിസിനസ്സിന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചിലവഴിക്കുന്ന തുകയാണ് എക്സ്പെൻസസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ എന്നുള്ള വാക്കാണ്. എക്സ്പെൻസിനേക്കാളും ബ്രോഡർ സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എക്സ്പെൻഡിച്ചർ. ഇറ്റ് മീൻസ് സ്പെൻഡിങ് മണി ഫോർ സം ബെനഫിറ്റ്സ്. എന്തെങ്കിലും ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ട് തുക ചെലവഴിക്കുന്നതിനാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്പെൻസിനേക്കാളും വിശാല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എക്സ്പെൻഡിച്ചർ. വരുമാനം നേടുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന തുകയാണ് എക്സ്പെൻസ്. എന്നാൽ ബിസിനസ്സിൽ നിന്നും ഏത് തുകയും ഒരു ബെനഫിറ്റിന് വേണ്ടിയിട്ട്, ആ ബിസിനസ്സിന് ഒരു ബെനഫിറ്റ് ലഭിക്കാൻ വേണ്ടി എന്ത് തുകയും ചിലവഴിച്ചാൽ അതിനെ എക്സ്പെൻഡിച്ചർ എന്നാണ് പറയുക. അതുകൊണ്ടാണ് നമ്മൾ കണ്ടത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻസിനേക്കാളും ബ്രോഡർ സെൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്.
ബിസിനസ്സിൽ നിന്ന് ചിലവഴിക്കുന്ന എല്ലാ തുകയും എക്സ്പെൻഡിച്ചറായിട്ട് പരിഗണിക്കാവുന്നതാണ്. എന്നാൽ വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റവന്യൂ ഏൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന തുക മാത്രമേ എക്സ്പെൻസായിട്ട് പരിഗണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും എക്സ്പെൻഡിച്ചറെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കാം. എക്സ്പെൻഡിച്ചർ രണ്ട് തരത്തിലുണ്ട്. ദർ ആർ 2 types of expenditure mainly. One is capital expenditure and another one is revenue expenditure. ഒരു ബിസിനസ്സിലേക്ക് ആവശ്യമുള്ള അസറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പണം നൽകേണ്ടതുണ്ട്. ആ തുകയും ബിസിനസ്സിൽ നിന്ന് നൽകുന്നുണ്ട്. അങ്ങനെ ബിസിനസ്സിൽ അസറ്റ് വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്ന തുകയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. വിവിധ അസറ്റുകൾ ബിസിനസ്സിലേക്ക് വാങ്ങാൻ വേണ്ടി ചിലവഴിക്കുന്നു. ബിസിനസ്സിലേക്ക് ഫർണിച്ചർ വാങ്ങുന്നു, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നു. ഇവയൊക്കെ എല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. സോ ദ ബെനിഫിറ്റ് ഓഫ് സച്ച് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 year. ഇവയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നിലധികം വർഷം നമുക്ക് അതിന് ഗുണം ലഭിക്കും. ഒരു ഫർണിച്ചർ വാങ്ങിയാൽ അനവധി വർഷം ബിസിനസ്സിൽ ഉപയോഗിക്കുന്നു. ആ അസറ്റിലൂടെയുള്ള ഗുണം ബിസിനസ്സിൽ അനവധി വർഷം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ പ്രധാന പ്രത്യേകത അതിൽ നിന്നുള്ള ബെനഫിറ്റ് അനേക വർഷത്തിലേക്ക് നമുക്ക് ബിസിനസ്സിലേക്ക് ലഭിക്കുന്നുണ്ട്. ബെനഫിറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലാസ്റ്റ് ഫോർ മോർ ദാൻ 1 year. ഒരു വർഷത്തിലധികം കാലത്തേക്ക് ബിസിനസ്സിൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നുണ്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ. അപ്പോൾ ഇത്തരത്തിൽ അസറ്റ് വാങ്ങുന്ന ചിലവുകൾക്കാണെന്ന് പറയുക ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. എന്നാൽ മറ്റ് ദൈനംദിന ചെലവുകൾ നിർവഹിക്കുന്നതാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട എക്സ്പെൻസിനാണ് ഇവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എക്സ്പെൻസിനേക്കാളും വിശാല അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒരു ബ്രോഡർ സെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എക്സ്പെൻഡിച്ചർ. കാരണം എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ടൈപ്പ് മാത്രമേ എക്സ്പെൻസ് ആകുന്നുള്ളൂ. ഏത് ടൈപ്പ്? റവന്യൂ എക്സ്പെൻഡിച്ചറിനാണ് എക്സ്പെൻസ് എന്ന് പറയുക. അതിൻ്റെ ബെനിഫിറ്റ് നമുക്കെന്താണ്? ഒരു വർഷത്തേക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഉദാഹരണമായിട്ട് നമ്മൾ ഈ വർഷം റെൻറ്റ് കൊടുത്താൽ നമുക്ക് ആ ബിൽഡിംഗ് ഉപയോഗിക്കാൻ കഴിയുക ഈ വർഷം മാത്രമാണ്. അടുത്ത വർഷം അത് ഉപയോഗിക്കണമെങ്കിൽ വീണ്ടും റെൻറ്റ് കൊടുക്കണം. അല്ലെ, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ആ കാലയളവിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുകയുള്ളൂ. അടുത്ത വർഷം വീണ്ടും നമുക്കെന്താണ്? ശമ്പളം കൊടുത്തെങ്കിൽ മാത്രമേ ആ ജീവനക്കാരുടെ സേവന സ്ഥാപനത്തിൽ ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനഫിറ്റ് ഒരു വർഷത്തേക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ. എന്നാൽ ഒന്നിലധികം വർഷത്തേക്ക് നമ്മൾ ചെലവഴിക്കുന്ന തുകയുടെ ഗുണം അല്ലെങ്കിൽ ബെനഫിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ പ്രധാനമായിട്ട് അസറ്റുകൾ വാങ്ങുന്നതാണെന്ത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എന്നാൽ ദൈനംദിന ചെലവുകൾ, മറ്റ് ദൈനംദിന ചെലവുകൾ, ശമ്പളം നൽകുന്നത്, റെൻറ്റ് നൽകുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ചാർജസ് നൽകുന്നത്, ഇത്തരം ദൈനംദിന ചെലവുകൾ അതിൻ്റെ ഗുണം നമുക്ക് ഒരു വർഷത്തേക്കേ ലഭിക്കുന്നുള്ളൂ. അങ്ങനെ ഒരു വർഷത്തേക്ക് മാത്രം നമുക്ക് ഗുണം ലഭിക്കുന്ന തരം ചെലവുകളെയാണ് അവിടെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഈ റവന്യൂ എക്സ്പെൻഡിച്ചറാണ് എക്സ്പെൻസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ തന്നെ ഒന്നിലധികം വർഷം ഗുണം ലഭിക്കുന്ന റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അവയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. അവയാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുക. ദേ ആർ ഓൾസോ റവന്യൂ എക്സ്പെൻഡിച്ചർ, ബട്ട് ഇറ്റ്സ് ബെനിഫിറ്റ് വിൽ ബി റിസീവ്ഡ് ഫോർ മോർ ദാൻ 1 year. അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഒന്നിലധികം വർഷം ലഭിക്കുന്നു. സാധാരണ നമുക്കറിയാം റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസിൻ്റെ ഗുണം ഒരു വർഷത്തേക്കാണ് സാധാരണ ലഭിക്കാറ്. എന്നാൽ ഒന്നിലധികം വർഷത്തേക്ക് ഗുണം ലഭിക്കുന്ന ചില റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് ഉണ്ട്. അവയാണെന്ത് പറയുക? ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് വരും വർഷങ്ങളിലേക്ക് കൂടി നമുക്കെന്താണ് മാറ്റിവെക്കാൻ സാധിക്കും. അവിടെ ആ എക്സ്പെൻഡിച്ചർ മുഴുവനും എന്ത് ചെയ്യേണ്ടതില്ല, ഈ വർഷത്തെ കണക്കിൽ ഉൾപ്പെടുത്തേണ്ടതില്ല ചിലവായിട്ട്. കാരണം അതിൻ്റെ ഗുണം ഒന്നിലധികം വർഷം ലഭിക്കുന്നു. ഉദാഹരണമായിട്ട് പുതിയൊരു പ്രോഡക്റ്റ് വിപണിയിൽ ഇറക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരസ്യത്തിന് വേണ്ടി ഒരു വലിയ തുക ചിലവഴിക്കുന്നു. ഇപ്പോൾ 5 ലക്ഷം രൂപ നമ്മൾ പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പരസ്യത്തിന് വേണ്ടി ചിലവഴിക്കുന്നു.
അതിൻ്റെ ഗുണം 5 വർഷത്തേക്ക് നമുക്ക് ലഭിക്കുമെങ്കിൽ ആ 5 ലക്ഷവും ഈ വർഷത്തെ പരസ്യ ചെലവായിട്ട് കണക്കിൽ എഴുതണമെന്നില്ല. അതിനെ ഡെഫർ ചെയ്യാം, വരും വർഷങ്ങളിലേക്ക് കൂടി മാറ്റിവെക്കാം. അവിടെ ഒരു വർഷം എന്താണ് 1 ലക്ഷം കണക്കിൽ എഴുതിയാൽ മതി പരസ്യ ചെലവായിട്ട്. കാരണം ആ പരസ്യത്തിൻ്റെ ഗുണം നമുക്ക് 5 വർഷത്തേക്ക് ലഭിക്കുമെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് അവിടെ ഈ വർഷം 1 ലക്ഷം കണക്കിൽ എഴുതിയാൽ മതി. ബാക്കി 4 ലക്ഷം രൂപ അവിടെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ്സ് എഴുതി കാണിച്ചാൽ മതി. ഇവയെക്കുറിച്ച് നമുക്ക് പിന്നീട് വിശദമായിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എക്സ്പെൻഡിച്ചറിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നാണ്. ഏതൊക്കെയാണവ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും. അപ്പോൾ അസറ്റുകൾ വാങ്ങുന്ന ചിലവാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഗുണം നമുക്കെന്താണ്? ആ തുക ചിലവഴിക്കുന്നതിൻ്റെ ഗുണം നമുക്ക് 1ലധികം വർഷത്തേക്ക് ലഭിക്കുന്നു. എന്നാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് മറ്റ് ദൈനംദിന ചെലവുകൾ നിർവഹിക്കുന്നതാണ്, അല്ലെങ്കിൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഗുണം നമുക്കെന്താണ്? ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ മാത്രമേ അതിൻ്റെ ഗുണം ലഭിക്കുന്നുള്ളൂ. അത് ചിലവായിട്ട് നമ്മൾ ആ വർഷത്തെ കണക്കിൽ ലാഭനഷ്ടം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് ഉൾപ്പെടുത്തുന്നു. ദെൻ നെക്സ്റ്റ് അബൌട്ട് പ്രോഫിറ്റ്. 10ാമതായിട്ട് നമ്മൾ കാണുന്ന അക്കൗണ്ടിങ് ടേമാണ് പ്രോഫിറ്റ്, ലാഭം. എന്താണ് ലാഭം? കൂടുതൽ വരുമാനം ലഭിക്കുന്നു, ചിലവിനേക്കാളും കൂടുതൽ വരുമാനം ലഭിക്കുന്നതാണ് ലാഭം എന്ന് പറയുന്നത്. ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ ഒരു വർഷത്തെ വരുമാനം കൂടുതൽ ഉണ്ടാക്കുക, ഏതിനേക്കാളും ചിലവിനേക്കാളും വരുമാനം കൂടുതൽ ഉണ്ടാകുന്നു. ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് ഇയറിൽ വരുമാനം കൂടുതൽ ലഭിക്കുന്നു, ചിലവിനേക്കാളും കൂടുതൽ ലഭിക്കുന്ന വരുമാനമാണ് ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുക. ഈ പ്രോഫിറ്റ് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓണേഴ്സിന്, ഉടമസ്ഥർക്ക് അവകാശപ്പെട്ടതാണ്. സോ ഇറ്റ് ഷുഡ് ബി ആഡഡ് വിത്ത് ക്യാപിറ്റൽ ഓഫ് ദ ബിസിനസ്. ഉടമസ്ഥൻ്റെ ബിസിനസ്സിലെ മുതൽ മുടക്കാണ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് ഉടമസ്ഥന് അർഹതപ്പെട്ടതായതുകൊണ്ട് ആ ക്യാപിറ്റൽ വർദ്ധിക്കാൻ, അല്ലെങ്കിൽ ക്യാപിറ്റലിലൂടെ ആഡ് ചെയ്യുന്നു പ്രോഫിറ്റ്, അല്ലെങ്കിൽ ക്യാപിറ്റലിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ക്യാപിറ്റൽ. സോ പ്രോഫിറ്റ് വിൽ ഇൻക്രീസ് ദ ക്യാപിറ്റൽ ഓഫ് ദ ബിസിനസ്. കാരണം ഉടമസ്ഥൻ്റെ ബിസിനസ്സിലുള്ള പണമാണ് ക്യാപിറ്റൽ. ആ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നു പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ഗെയിൻ. എന്താണ് ഗെയിൻ? ബിസിനസ് ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും ബിസിനസ്സിന് കിട്ടുന്ന ലാഭമാണ് ഗെയിൻ എന്ന് പറയുക. ബിസിനസ് ഇതര പ്രവർത്തനങ്ങളിൽ നിന്നും ബിസിനസ്സിന് ലഭിക്കുന്ന വരുമാനമാണ് ഗെയിൻ. A profit that arises from events or transactions which are incidental to business. ബിസിനസ്സിൻ്റെ പ്രധാന പ്രവർത്തനത്തിൽ നിന്നല്ലാതെ ഉണ്ടാകുന്ന വരുമാനമാണത്. അവിടെ ഒരു ലാഭം അല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നു, എന്നാൽ അത് ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നല്ല. ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നാണെങ്കിൽ അത് റവന്യൂ എന്നാണ് പറയുക. അങ്ങനെ ഒരു വരുമാനം ലഭിക്കുന്നുവെങ്കിൽ അതിനെ റവന്യൂ എന്നാണ് പറയുക, അല്ലെ ഇൻകം എന്നാണ് പറയുക. എന്നാൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇതര പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ ലാഭമാണ്. ഉദാഹരണമായിട്ട് ഫിക്സഡ് അസറ്റുകൾ വിറ്റ് ലാഭം ലഭിക്കുന്നു. നമ്മൾ 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ ലാൻഡാണ് ഇപ്പോൾ വിറ്റപ്പോൾ 12 ലക്ഷം ലഭിച്ചു. ആ 2 ലക്ഷം അധികം ലഭിക്കുന്നത് ലാഭം, ഗെയിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഒരു അസറ്റ് വിറ്റിട്ട് കൂടുതൽ തുക ലഭിക്കുന്നുവെങ്കിൽ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റുകൾ, ലാൻഡ്, ബിൽഡിംഗ് പോലെയുള്ള ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് ലാഭം ലഭിക്കുന്നുവെങ്കിൽ അതെന്താണ്? ഗെയിനാണ്. ഓർ വിന്നിങ് എ കോർട്ട് കേസ്, ഒരു കോടതി വിധി വന്ന് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുന്നു. അല്ലെങ്കിൽ അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അസറ്റിൻ്റെ വില കൂടുന്നു. ലാൻഡ്, ബിൽഡിങ്ങിൻ്റെയൊക്കെ വില കൂടാറുണ്ട്. നമ്മൾ വാങ്ങിയപ്പോഴുള്ള വില ആയിരിക്കില്ല പിന്നീട് ഉണ്ടാവുക, വില വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അസറ്റിൻ്റെ വില വർധനവ്, അപ്രീസിയേഷൻ, ഇവയൊക്കെ എന്തൊരു ഉദാഹരണമാണ്? ഗെയിനാണ്.
അപ്പോൾ ബിസിനസ് ഇതര പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ബിസിനസ് അനുബന്ധ പ്രവർത്തനങ്ങളിലൂടെയോ ഒരു ബിസിനസ്സിന് ലഭിക്കുന്ന വരുമാനം അല്ലെങ്കിൽ ലാഭമാണെന്ന് പറയുക ഗെയിൻ എന്ന് പറയുക. ഉദാഹരണമായിട്ട് ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് ലാഭം ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു കേസിൽ നിന്നും നമുക്ക് ഒരു തുക ലഭിക്കുന്നു, അല്ലെങ്കിൽ അസറ്റിൻ്റെ വില വർദ്ധിക്കുന്നു, അപ്രീസിയേറ്റ് ചെയ്യുന്നു, അതിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ഗെയിനാണ്. ദെൻ നെക്സ്റ്റ് അബൌട്ട് ലോസ്. എന്താണ് നഷ്ടം? പ്രോഫിറ്റിന് നേരെ ഓപ്പോസിറ്റാണ് നമുക്കറിയാം ലോസ്, നഷ്ടം. ദ എക്സസ് ഓഫ് എക്സ്പെൻസ് ഓവർ റവന്യൂ ഇൻ ആൻ അക്കൗണ്ടിങ് ഇയർ ഈസ് കോൾഡ് ലോസ്. അവിടെ നഷ്ടമെന്ന് പറയുന്നത് ചിലവ് അധികരിക്കുന്നു, എന്തിനേക്കാളും വരുമാനത്തെക്കാളും ചിലവ് അധികരിക്കുമ്പോഴാണ് നഷ്ടമുണ്ടാകുന്നത്. സോ ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് അധികമാകുന്നു, എക്സസ് ആകുന്നു. ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ, റവന്യൂവിനേക്കാളും കൂടുതൽ എക്സ്പെൻസ് ഉണ്ടാകുമ്പോൾ അവിടെ നഷ്ടമുണ്ടാകുന്നു. ആൻഡ് ഇറ്റ് വിൽ റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. കാരണം നഷ്ടം ആര് വഹിക്കണം? ഉടമസ്ഥൻ വഹിക്കണം. അപ്പോൾ ഉടമസ്ഥൻ്റെ തുകയിൽ കുറവുണ്ടാവും, ക്യാപിറ്റൽ കുറവുണ്ടാക്കുന്ന ഒരു ഇനമാണ് നഷ്ടമെന്ന് പറയുന്നത്. സോ ലോസ് വിൽ റിഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ലോസിനു പുറമെ ഏതെങ്കിലും ഫിക്സഡ് അസറ്റുകൾ വിറ്റാലും നഷ്ടമുണ്ടാകുന്നതും ലോസ് തന്നെയാണ് അറിയപ്പെടുക. അപ്പോൾ ആ ബിസിനസ് ലോസ് മാത്രമല്ല, മറ്റ് ഇൻസിഡൻ്റലായിട്ടുള്ള ലോസുകളും അപ്പോൾ ലോസ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുക. അപ്പോൾ കച്ചവട ഇടപാടിലൂടെ ഉണ്ടാകുന്ന നഷ്ടം മാത്രമല്ല, അല്ലെങ്കിൽ കൂടുതൽ ചിലവുണ്ടാകുന്ന വരുമാനത്തെക്കാളും അവിടെ നഷ്ടമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ലോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വിറ്റിട്ട് നഷ്ടമുണ്ടായാലും, നമ്മൾ 50,000 രൂപയ്ക്ക് വാങ്ങിയൊരു അസറ്റാണ് ഇപ്പോൾ വിൽക്കുന്നത് 30,000 രൂപയ്ക്കാണെങ്കിൽ അവിടെ 20,000 രൂപ നമുക്ക് നഷ്ടമുണ്ടാകുന്നു, അത് ലോസ് തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെ എക്സ്പെൻസ് അധികരിച്ചുണ്ടാകുന്ന ലോസും ഫിക്സഡ് അസറ്റുകൾക്കുണ്ടാകുന്ന നഷ്ടവും എന്താണ്? ലോസ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. പ്രധാനപ്പെട്ട ചില അക്കൗണ്ടിങ് പദങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. തുടർന്നുള്ള ക്ലാസ്സിൽ മറ്റു പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ടേംസ് നമുക്ക് പരിചയപ്പെടാം. ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.